വക്കീല് പേടിച്ചു പോയോ? ജീവിച്ചിരുന്നാൽ മാത്രമല്ലേ കോടതിയും കേസും ഒക്കെ ആയിട്ട് പോകാൻ പറ്റൂ. ആക്സിഡന്റ് മരിച്ച ബന്ധുക്കൾക്ക് ഇൻഷുറൻസ് കിട്ടും. ആവശ്യമില്ലാത്ത വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ചാലേ മാഡത്തിന്റെ സമയം അവസാനിക്കും. താനാണല്ലേ വണ്ടി ഓടിച്ചത്? ആണെങ്കിൽ ഏയ് നീ എന്തേ കാണിച്ചത്? നിക്ക് മാഡം, ഞാൻ ഈ കേസൊന്ന് തീർത്തോട്ടെ. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ഈ റോഡ് സാധാരണ മനുഷ്യർക്ക് നടക്കാനുള്ളത് കൂടിയാ. നീ എന്റെ ഡ്രൈവറെ തല്ലിയല്ലേ? അത് കൊള്ളേണ്ട അടുത്ത് കൊണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം. മാഡം എന്നെ ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിയതാണോ? ഭീഷണിയൊന്നുമല്ല, നിനക്കേ ഒരു മുന്നറിയിപ്പ് തരാൻ വേണ്ടി വന്നതാ. അല്ല, മാഡത്തിന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലാണോ ജോലി? ഈ മുന്നറിയിപ്പ് തരാനേ. പരിഹസിക്കണ്ട, നിനക്കെന്നെ അറിയില്ല. എനിക്കെതിരെ കേസുമായിട്ട് ഇറങ്ങി തിരിച്ചാ അത് നിന്റെ നാശത്തിനായിരിക്കും. എന്റെ കേസ് എങ്ങനെ നടത്തണമെന്ന് എനിക്കറിയാം. ഒരു വെറും ടാക്സി ഡ്രൈവർക്ക് വേണ്ടി നീ എന്നോട് യുദ്ധത്തിന് ഇറങ്ങരുത്. മാഡം, ടാക്സി ഡ്രൈവർ എന്ന് ഉദ്ദേശിച്ചത് സച്ചിയാണോ? അപ്പൊ നിനക്ക് കാര്യം മനസ്സിലായി. സച്ചി എന്ന ആ പാഴ് ജന്മത്തിന് വേണ്ടി വെറുതെ നിന്റെ ജീവൻ കളയരുത്. അതിന് എന്റെ ജീവൻ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ അലമാരിയിലാണോ? ആണോ? നാവിന് നല്ല മൂർച്ചയാണല്ലോ. എന്റെ നാവിന്റെ മൂർച്ചയുടെ കാര്യമൊക്കെ അവിടെ നിക്കട്ടെ. നിങ്ങൾ എന്തിനാ എന്നെ ഭീഷണിപ്പെടുത്തുന്നത്? ഞാൻ പറഞ്ഞല്ലോ, സച്ചിയുടെ കേസിൽ നിന്ന് വക്കീല് പിന്മാറണം. ഇല്ലെങ്കിൽ സ്വന്തം ജീവൻ വെറുതെ എന്തിനാ അപകടപ്പെടുത്തുന്നത്? മാഡം, സച്ചിയുടെ കേസിന് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും. പാടുന്നവർ പാടട്ടെ, ഹൂ കെയേഴ്സ്? സച്ചിയും കുടുംബത്തിനെയും ചതച്ച് നേടിയതെല്ലാം ഞാൻ അവർക്ക് തിരിച്ചു വാങ്ങിക്കൊടുക്കും. അവന്തിക അസോസിയേറ്റ്സിന്റെ അടിവേര് ഞാൻ പിഴുതെടുക്കും. സച്ചിയോടുള്ള അമിത താല്പര്യം കൊണ്ടും ആവേശം കൊണ്ടുമാണ് നീ ഈ കേസിനോട് ഇത്ര താല്പര്യം കാണിക്കുന്നത്. ഏത് സമയം നോക്കിയാലും നീ അവന്റെ പിന്നാലെ ആണല്ലോ. ആ ടാക്സിക്കാരനും കുടുംബത്തിനും വേണ്ടി നീ ഇപ്പൊ ചെയ്യുന്നത് പാഴ്വേലയാണെന്ന് നിനക്ക് താനെ മനസ്സിലായിക്കോളും. അത് തീരുമാനിക്കേണ്ടതേ കോടതിയാ. ചതിയും വഞ്ചനയും മാത്രം കൈമുതലാക്കിയ നിങ്ങളെ ഞാൻ കോടതിയുടെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തും. ചതിച്ച് നേടിയതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക്. തിരിച്ചു കൊടുപ്പിക്കും ഞാൻ. സച്ചിയും കുടുംബവും അനുഭവിച്ച എല്ലാ കണ്ണുനീരിനും സങ്കടങ്ങൾക്കും നിങ്ങള് മറുപടി പറയേണ്ടി വരും. മറുപടി പറയിക്കും ഞാൻ. നിന്റെ ഈ തിളപ്പ് എവിടെ എത്താൻ പോകുന്നില്ല. ആലോചിക്ക്, എന്റെ മുന്നറിയിപ്പ് അവഗണിച്ച നഷ്ടപ്പെടുന്നത് നിന്റെ ജീവനായിരിക്കും. അത് സച്ചിക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചു. ഇനി വരുന്നതൊക്കെ അനുഭവിക്കാൻ നീ തയ്യാറായിക്കോ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. യൂറിൻ ബാഗ് കുറച്ചു ദിവസം കഴിഞ്ഞേ മാറ്റാൻ പറ്റൂ. ഇനി അത്യാവശ്യം ഉണ്ടെങ്കിൽ ഡോക്ടർ ഒന്ന് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആശുപത്രിയിലെ കഷ്ടപ്പാട് കഴിഞ്ഞല്ലോ. ഇവിടിപ്പോ രാജീവിനെ നോക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. എന്താ ഈ അവസ്ഥയില് രാജീവ് നമുക്കൊരു ബുദ്ധിമുട്ടായോന്നാ രാജീവ് ചോദിക്കുന്നത്. അല്ലേ രാജീവേ? അതിനെക്കുറിച്ചൊന്നും രാജീവ് ഇപ്പൊ ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഇതിപ്പോ രാജീവിനെ കൂടി കുടുംബം. ഒരു കുടുംബത്തിലെ ആർക്കെങ്കിലും ഒരാൾക്കൊരു അപകടം സംഭവിച്ചാ അവരെ നോക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം. എടോ, താനിപ്പോ ഈ കുടുംബത്തിലൊരു അംഗമാ, എന്റെ അളിയനാ. രാജീവിനെ ഞങ്ങൾ ആരും വിട്ടുകളയില്ല.
എന്റെ സഹോദരന്റെ സ്ഥാനത്താ ഞാൻ രാജീവിനെ കാണുന്നതും. ഗൂഗിൾ ദാ, ആ. കൊടുക്ക. ദേ, അളിയൻ ചായ കുടിച്ചേ. എന്തുപറ്റി? ചായക്ക് ചൂട് കൂടുതലാണോ? ഗൂഗിളിന് മനസ്സിലായോ രാജീവ് എന്താ ചോദിക്കുന്നതെന്ന്? ഇല്ല, തനിക്ക് മനസ്സിലായോ? രാജീവ് നമ്മളെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതിന് ക്ഷമിക്കണമെന്നാ രാജീവ് പറയുന്നേ, അല്ലേ?